ചോദിച്ചത് ഇതുപോലെ പേടിച്ചരണ്ടിരിക്കുന്ന ഒരു കുട്ടി കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് എന്നെ പോലെ ധൈര്യം കാണില്ല. അതല്ലേ പറഞ്ഞത്, അതെല്ലാം മറുപടിയാണ് ഞാൻ തന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ചേച്ചി ആ പെൺകുട്ടി ചേച്ചിയുടെ അത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയാണെന്നിരിക്കും, അങ്ങനെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനെ പോലെ അല്ലെങ്കിൽ ചേട്ടനെ പോലെ കണ്ടിരുന്ന ഒരാൾ മോശമായി പെരുമാറുമ്പോൾ ചേച്ചിയുടെ അത്ര ധൈര്യമില്ലാത്ത കുട്ടിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. റിയാക്ട് ചെയ്യണം, പോകണം, പോയി ഇത് നേരിടണം, ഇയാൾ തെറ്റുകാരനായി ശിക്ഷിക്കപ്പെടണം, ഇതൊക്കെ സത്യം തന്നെ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്നെ പോലെ ധൈര്യമുള്ള ആളാണ് ഞാൻ ആ സ്പോട്ടിൽ അവിടെ വെച്ച് തല്ലിയിട്ട് ധൈര്യമില്ലാത്ത ആളാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ധൈര്യമില്ലാത്ത ആളാണ് ഒറ്റയ്ക്ക് പോകരുതേ. എന്തിനും ഒറ്റയ്ക്ക് ഒരാളെ വിളിച്ച് ജസ്റ്റ് ഡയറക്ടർ വിളിക്കുന്നുണ്ട്, ഒരാളും അറിയില്ല. ഈ അവതാരകൻ ചോദിച്ച ചോദ്യം എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി. ആള് ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരാളെ കാരവാനിൽ ഇരുന്നിട്ട് വിളിക്കുകയാണ്. ഈ വിളിക്കുന്ന ആള് ചിലപ്പോൾ ഈ വിളിക്കപ്പെടുന്ന ആളുടെ സഹോദരൻ പോലെയുള്ള ബന്ധം അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനം കൊടുക്കുന്ന ആളോ അങ്ങനെ ആയിരിക്കും ഇത്രയും നാളെ ആൾ ആ കുട്ടിയായിട്ട് ഇടപഴകിയത്. അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് കാരവാനിലോട്ട് വിളിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. നമ്മൾ അവിടെ പോകുന്നു, കാരണം അയാളും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ അങ്ങനെ ആകാം. അപ്പൊ വേറെ ഒന്നും അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. മോശമായിട്ടുള്ള പല ബിഹേവിയറും അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വിളിക്കുമ്പോൾ ചെല്ലുന്നു, ഇഷ്ടം വെച്ചാൽ പെൺകുട്ടി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം മിസ്ബിഹേവ് ചെയ്യുന്ന ആ പെൺകുട്ടി വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ അന്നേരം ചിലപ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാർ എത്രയോ പേരുണ്ടാവും. ഇതാണ് ഇദ്ദേഹം ചോദിച്ചത്. പിന്നെയും പ്രിയങ്ക ചേച്ചി പറയണോ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ, അങ്ങനെ പോകേണ്ട കാര്യമില്ലേ, എന്തിനാ പോകണമെന്ന് സ്പോട്ടിൽ പ്രതികരിക്കണം. എല്ലാവരും നിങ്ങളെ പോലെ ആകണമെന്നില്ലല്ലോ. ചിലർക്ക് സ്പോട്ടിൽ പ്രതികരിക്കുന്ന നാക്കിറങ്ങി പോകണ അവസ്ഥ വരെ ഉണ്ടായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും, നമുക്ക് പെട്ടെന്ന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പിന്നീടാവും നമ്മൾ പ്രതികരിക്കേണ്ടത്. അതിനെന്താ കുഴപ്പം, എന്താ അപ്പൊ തന്നെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ചില പ്രതികരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് പല മിസ്ബിഹേവിയർ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റില്ല. സിമ്പിൾ.